അതിൽ പങ്കാളികളായ തീരുമാനമാണ് ഞാൻ നിങ്ങളിലൊക്കെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സെൽഫ് എംപ്റ്റി, സ്വയം വെറുമയാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമയാണ്, കർത്തവ്യമാണ്. പലപ്പോഴും സ്വയം വെറുമയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലേക്ക് നാം തള്ളപ്പെടുന്നത്. അതുകൊണ്ട് ദൈവികമായ ഈ ശുശ്രൂഷ നമ്മെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുവാൻ, നമ്മൊന്നുമല്ല എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ കഴിയുന്നതുകൊണ്ട് അവിടെയാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള ഈഗോ കുറച്ച് താഴ്വരുന്നത്. ആയുർവേദ ദൈവികമായ ശുശ്രൂഷ നമുക്ക് ഏവർക്കും അനുഗ്രഹകരമായി തീരുമാനം തരപ്പെട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ യാചിക്കുകയാണ്. ഈ കാൽവരി ശുശ്രൂഷ തുടങ്ങുന്നത് ഏറ്റവും ജൂനിയറായ ശിഷ്യന്റെ അടുത്ത് നിന്ന്. അവിടെ തുടങ്ങി ഏറ്റവും സീനിയറായ പത്രോസിന്റെ അടുത്ത് വന്ന് കാൽക്കല്ലുകൾ ശുശ്രൂഷ നടക്കും. അതിനുശേഷമാണ് അഭിനന്ദ തിരുമേനിയുടെ പാദങ്ങളെ കഴുകുന്നത്. ഞാൻ പറഞ്ഞു, ഒരു സെൽഫ് സ്വയം വെറുമയാക്കുന്ന ഒരു ശുശ്രൂഷ. രണ്ടാമത് സെൽഫ് എംപ്റ്റിങ് ആകുമ്പോഴാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും അനുഗ്രഹിക്കപ്പെടാൻ സാധ്യമാകാതെ പോകുന്നത് നമ്മുടെ ഈഗോ ഒക്കെ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും കുറവുകളിൽ ലഭ്യമാകുമെന്നതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു കടപ്പാടുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ മാഹാത്മ്യം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷ തുടങ്ങുകയാണ്. ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇരിക്കാൻ പറയുന്ന ആ സമയത്ത് നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കണം. എഴുന്നേൽക്കാൻ പറയുന്ന സമയത്ത് മാത്രം ഒന്ന് എഴുന്നേൽക്കണം. അതിലൂടെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും കാണുവാനൊക്കെ വേണം. കൂടുതൽ സമയം നിങ്ങൾ ഇരിക്കുക തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ആദ്യമേ അറിയിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ദൈവബന്ധനം നമ്മളെ ഓരോരുത്തരെയും തൻ്റെ അദൃശ്യമായ വലതുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃഷ്ണാനുഭവത്തിൽ നമുക്കും അതിൽ പങ്കാളിയായി തീരുമാനമൊക്കെ വേണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. Nah
Lesbosod Melehayos Aloho Evangelion Kadisod Moranesum Siho Damaskare Alain Barkmola Moria Shiboho Alain Balaikon Rahama Lavel Min Amen Evangelion
മെൻ യുഹാനോൻ സ്ലീഹോ. യേശുവിന് ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നുവെന്ന് പെസഹ പെരുന്നാളിന് മുമ്പ് തന്നെ യേശു അറിഞ്ഞിരുന്നു. ഈ ലോകത്തിലുള്ള തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചിരുന്നു. അവസാനത്തോളം അവരെ സ്നേഹിക്കുകയും ചെയ്തു. അവനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ശീമോന്റെ പുത്രനായ യൂദാ ഇസ്കറിയാത്തയുടെ ഹൃദയത്തിൽ അത്താഴ സമയത്ത് സാത്താൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കൈകൾ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവസന്നിധിയിൽ ഞാൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദൈവസന്നിധിയിലേക്ക് തന്നെ പോവുകയാണെന്നും യേശു അറിഞ്ഞിരുന്നത് കൊണ്ട് അത്താഴം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു തുവാലയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. ദൈവമായ കർത്താവെ, നിൻ്റെ ജീവവചനങ്ങളെ അനുസരിച്ചുകൊണ്ട് വിനയപൂർവ്വം നിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിൻ്റെ സത്യശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന പ്രകാരം ഞങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകി നിൻ്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. വിനയത്തിൻ്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠമായി തീർന്നിരിക്കുന്നു. ദൈവമായ കർത്താവെ, നിൻ്റെ വിനയത്തിൽ സാദൃശ്യപ്പെടുവാനും നിൻ്റെ വത്സരരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകല പാപമാലിന്യത്തിൽ നിന്നും കഴുകപ്പെടുവാനും കരുണയോടെ ഞങ്ങളെയും നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനോ നിനായ നിൻ്റെ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും പിതാവിനോടും വിശുദ്ധ റൂഹായോടും കൂടെ സ്വർഗത്തിൽ മാലാഖമാരുടെ സേനകളാൽ സ്തുതിക്കപ്പെടുന്നവനുമായ നീ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചു വരികയും നിൻ്റെ വിശുദ്ധ തോളിൽ അതിനെ വഹിച്ച് നിൻ്റെ പിതൃഭവനത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കർത്താവെ, ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിൻ്റെ ദാസരായ ഞങ്ങളെല്ലാവരെയും വിശ്വാസപൂർവം ഈ വെള്ളത്തെ സ്പർശിക്കുന്ന സകലരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, സകല പാപമാലിന്യങ്ങളും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങൾ നീക്കപ്പെടുകയും ചെയ്യണമേ. അനന്തരം യേശുദമ്പരാൻ
ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാനും തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. താണകിലെ ശാന്തി നിലതാഴ്ത്തി കഴുകി വൺമയരെ നിന്നെ നവിപ്പോർവൻ കരകളെ നീ കഴുകേണം കൃപയാ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്നെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്മഹിമനമീച്ചു മൺവായരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശിഹാദം പുരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ആശിക കുസുമോ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. താണഖിലേശാനീലതാഴ്ത്തി കഴുകി മൺമയരെ നിന്നെ നമിപ്പോതൻ കരകളെ നീ കഴുകേണം കൃപയാ. നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശിഹാദം പുരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമനമീച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആശിക കുസുമോ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോലും വിശുദ്ധിയോടും കൂടെ മശിഹാതമ്പുരാന് പ്രസാദകരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമനമീച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും
നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആശിക് കുസുമോസോ സോഗോദായ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും ശിഹാതമ്പരാനും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. നിലതാഴ്ത്തി കഴുകി മൺമയരെ നിന്നെ നമിപ്പോതൻ കരകളി കഴുകേണം കൃപയാ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ സകല ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യട്ടെ. തന്മഹിമനമീച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. നിന്നിൽ നിന്ന് ഞങ്ങൾ സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി മശിഹാതമ്പുരാന് പ്രസാദകരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ആശിക് കുസുമോ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിലതാഴ്ത്തി കഴുകി മൺമയരെ നിന്നെ നമിപ്പോതൻ കരകൾ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആശിക് കുസുമോ നിന്നിൽ നിന്നും ഞങ്ങൾ
സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. പിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ മനുഷ്യാതന്ത്രാന പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. നിന്നെ കർത്താവ് നിന്നിൽ പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകി കളയുകയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവേശ ആരാധകരെ മലിനത നീക്കി കഴുകണമേ. ഞങ്ങൾ സകല ദുഷ്ട വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ വിശിഹാദം വരാനും പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിന്ന പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകി കളയുകയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്നെ നമിപ്പോതൻ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിശ്ചാദം വരാന പ്രസാദകരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമണമീച്ചു കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകി കളയുകയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിന് സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു മാറ്റട്ടെ. നിന്നോടുകൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ വിശിഹാദം വരാന പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമനമേച്ചു മന്മയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. എന്നാൽ അവൻ ശിമോൻ ഗീഫാഴടുക്കൽ ചെന്നപ്പോൾ, എന്റെ കർത്താവേ,
അങ്ങ് എന്റെ കാൽ കഴുകുന്നു. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും. അവിടുന്ന് ഒരിക്കലും എന്റെ കാൽ കഴുകരുത്. ഞാൻ നിന്റെ കാൽ കഴുകാതിരുന്നാൽ എന്നോടൊരുമിച്ച് നിനക്ക് പങ്കില്ല. എന്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി കഴുകണമേ. വിളിച്ചവന് പാദങ്ങളല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗ ശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു, എങ്കിലും എല്ലാവരും അങ്ങനെയല്ല. തന്മഹിമനീച്ചു കഴുകിയ സർവേശ ആരാധകരെ മലിനതീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനെ സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു മാറ്റട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പോടും ശുദ്ധിയോടും കൂടെ നിശിഹാദംബരാനും പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. താണകിലേശാരീലതാഴ്ത്തി കഴുകി മന്മയരെ നിന്നെ നമിപ്പോതൻ കരകലനീ കഴുകേണം ഹൃദയാ. താണകിലേശാരീലതാഴ്ത്തി കഴുകി മന്മയരെ നിന്നെ നമിപ്പോതൻ കരകലനീ കഴുകേണം കൃപയാ. അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് യേശു നമ്പല അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാലുകളെ കഴുകിയതിനു ശേഷം തന്റെ മേലങ്കി ധരിച്ച് പന്തിയിൽ ഇരുന്നു. താണകിലേശാലീലതാഴ്ത്തി കഴുകി മന്മയരെ നിന്നെ നമിപ്പോതൻ കരകലനീ കഴുകേണം കൃപയാ. ആരോധൻകാബോസേ ആശിക് കുസുമോ സർസോഗോദാക് പ്രസൂഗോദൈവോസോ താണകിലേശാനീലതാഴ്ത്തി കഴുകി മന്മയരെ നിന്നെ നമിപ്പോതൻ
ചെയ്തു. ഞാൻ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ റബ്ബി എന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയാകുന്നു. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് ഈ ദൃഷ്ടാന്തം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇത് നിങ്ങൾ അറിയുമെങ്കിൽ അനുഷ്ഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെല്ലാവരെക്കുറിച്ചുമല്ല പറയുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവനെന്ന് നിങ്ങൾ വിശ്വാസം വരേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ലമുറിയോ സുഖത്തോ കുറിയേ സർവാധിപതിയാകുന്ന പിതാവാം ദൈവമേ, നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരായ നിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയതുകൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവം പാദങ്ങൾ കഴുകുവീൻ എന്നവരെ പറഞ്ഞു പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തൃകൽപ്പന ഞങ്ങൾ നിറവേറുകയും പരസ്പരം കാൽ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളിൽ വസിക്കുകയും അവൻ്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവൻ്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവൻ്റെ ദയവാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓശോ അക്കുലസ്ബാലവൽമീൻ. ാത്മാക്കളിലും ദേവാ ദയുണ്ടാകേണം നാഥ കൃപയോ നേടമൻപ പാദം കഴുകീടേണ്ട ശ്രേഷ്ഠിനെ ബഹുമാനി കേണ്ട ചോനാത്മാരൻ ശ്രീഹാമുഖ്യമതിശി മോനെ വേണ്ട പോലും നേരാലുള്ളൊരു നിൻമോരാട്ടം ദേവാ ദയുണ്ടാകേണം നാഥ കൃപയോ നേടമൻപീതമാൻ ശീമോൻ നടത്തിപ്പോ നിന്നെ കൈകാലുകളും തലയും കൂടെ കഴുകിടണമേ. നിശേഷത്വം കഴുകൽ കൂടാ ഇല്ലെന്നാവിൽ ദേവാദകുശതമെന്നെ അഭിഷേകാദേവാദയുണ്ടാകേണം നാഥ കൃപയോ നേടമൻപൂളവായി മ്ലേച്ഛന്മാരോട് തിരുവിനയം ദൈവാജനെ നിന്നെ കൊല്ലാനുള്ളിലുറച്ചൊരിയുകയും കഴുകാൻ നിന്നെ സ്നേഹം പ്രേരിപ്പിച്ചു ദേവാ ദയുണ്ടാകേണം നാഥ കൃപയോ നേടമൻപ ദീനന്മാരെ കഴുകിയ പുത്ര വന്ദിക്കുന്നു. ശ്രുതിമൂത്രനും
ജനകനും പാവനറുമായിക്കും നാദാഭൂവാനം നിൻ വീണയതിൽ ക്ലേശിച്ചു മാനോർവാനോർന്നി താഴ്മയിലതി വിസ്മയമാർന്നു ദേവാ ദേയുന്നാകേണം നാദാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ പാദ പ്രക്ഷാളന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ കേൾക്കപ്പെടും അംഗീകരിക്കപ്പെടുമാറാകണമേ. ആബോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും പരിപാലനവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അഭിയുന്ന തിരുമേനിയുടെ അനുഭവത്തോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നാളെ ഗുഡ് ഫ്രൈഡേ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പ്രാർത്ഥനയോടും ധ്യാനത്തോടും പരിപൂർണ സമർപ്പണത്തോടും കൂടെ ഈ ശുശ്രൂഷകളിൽ എല്ലാവരും സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഗുഡ് ഫ്രൈഡേയുടെ സർവീസ് വെളുപ്പിനെ 5:30 മണിക്ക് രാത്രി നമസ്കാരവും അതിനെ തുടർന്ന് 7 മണി പ്രഭാത നമസ്കാരവും നടക്കുന്നതാണ്. ഗുഡ് ഫ്രൈഡേ സർവീസിലെ എല്ലാ സമയങ്ങളിലും എല്ലാവരും ഉണ്ടായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കട്ടെ. വൈകിട്ട് 7 മണിക്ക് ഈവനിങ് പ്രെയറുണ്ട്, വിജിൽ പ്രെയറുണ്ട് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടുത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഗുഡ് ഫ്രൈഡേ സർവീസിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നാളെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കും ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. കാലുകൾ കഴുകിയ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുള്ള ഈ ശുശ്രൂഷകരും എല്ലാ ശുശ്രൂഷകരും മുകളിലാണ്, പാരിഷ് ഹാളിലാണ് അവർക്കുള്ളതായ ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് ആ മാളിക ഒരിക്കൽ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഫുഡ് ഐറ്റംസ് താഴെ ആയിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. പാഷൻ വീക്കിലെയും ഗുഡ് ഫ്രൈഡേ ഡൊണേഷൻസും ആർക്കെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഓഫീസിൽ കൊടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് 8 മണിക്കാണ് ഇന്നത്തെ സന്ധ്യാ നമസ്കാരം വെച്ചിരിക്കുന്നത്. അതൊരു പക്ഷെങ്കിൽ 8:10 വരെ ആകുമായിരിക്കും. എല്ലാവരും അതിലൂടെ സംബന്ധിച്ചതിന് ശേഷം പോകാവൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഫുഡ് ഇവിടെ ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കട്ടെ. അഭ്യം തിരുമേനിയുടെ കൂടെ ഈ കാലുകഴുകി എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ശുശ്രൂഷകർക്കും കയറി വരാം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് Grobe so pe ma
വിനയത്തീർമാർഗം കാട്ടിത്ത നീട കിപ്പായേ നിൻ ബറയ്ക്കുമോർ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തന്നിട്ടുള്ള ആഹാരത്തെയും നിന്റെ മൗനത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കും വാഴ്ത്തും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഇന്നത്തെ കാൽകടികൾ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കരുണകളാലും കൃപകളാലും അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും അത് ഭംഗിയായിട്ട് നടത്തുവാൻ കഴിഞ്ഞതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനെ ഭാഗഭാഗികളാകുവാൻ സംഭവം നമുക്കിടയാക്കി. നാളത്തെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. ദൈവസ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വന്നു ചേർന്ന എല്ലാവരോടുള്ള ഇടവകയുടെ നന്ദി, ഇടവകയുടെ ഓഫീസ് ബേറേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ആളുകളുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഓരോരുത്തരെയും അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് അപ്പൻ തിരുമേനിയെ നന്ദി അറിയിക്കുകയും